ഹലോ ഗൈസ്, ഇന്നത്തെ റെസിപ്പി മുളക് വറുത്ത പുളിയാണ്. അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ. അധികം കറികളൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ പുളിയും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയോ കൂട്ടിയിട്ടാണെങ്കിലും ചോറ് ടപ്പേന്ന് ഇറങ്ങിക്കോളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് കുറച്ച് ചെറിയുള്ളി ഒരു 5-10 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി, 2 വറ്റൽമുളകും കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് എടുത്താലും മതി. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി 4ആയിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം വലിയ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നടുവേ ഒന്ന് പൊളിച്ചെടുത്താലും മതി. പിന്നെ ഇഞ്ചി അതേപോലെ കുനുകുനാന്നൊന്ന് മുറിച്ചെടുക്കണം. ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തെടുക്കുന്നത്. അതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ മുളകും നടുവേ എല്ലാം ഒന്ന് പൊളിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടതാണ് മെയിൻ സാധനം പുളി. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ആ പുളി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഈ പുളിയിൽ ചെറിയുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ്, അല്ലാതെ സവാള ചേർക്കരുത്. ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ്. ഒരു പാത്രം ഒന്ന് ഇനി നമുക്ക് ചൂടാകാൻ വയ്ക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഏതെണ്ണ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചൂട് ചോറിൽ ഈ മുളകും ഉള്ളിയും എല്ലാം കൂടി തിരുമ്മി ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇനി എണ്ണയൊക്കെ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുവും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് പൊട്ടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർക്കാം. അതൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ ഇഞ്ചി മുറിച്ച് വെച്ചത് അതും കൂടെ ചേർത്ത് ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഒന്ന് ചൂടായി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ പൊളിച്ച് വെച്ച കുഞ്ഞുള്ളിയും പിന്നെന്താ മുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും വഴറ്റി കൊടുക്കണം. ചിക്കനും മീനൊന്നും ഇല്ലെങ്കിലും ഇത് സൂപ്പർ ടേസ്റ്റാണ് മുളക് വറുത്ത പുളി. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യൂ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും മുളകൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കായവും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ആക്കെ ഇളക്കിയതിന് ശേഷം നമ്മുടെ പുളിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മുളക് വറുത്ത പുളി റെഡി ആയിട്ടുണ്ടാകും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് കറി വയ്ക്കാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഈ എന്തായാലും പുളിയും ഉള്ളിയൊക്കെ വീട്ടിലുണ്ടാകുന്നതാണ്. 10 മിനിറ്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു.